ഹലോ ഫ്രണ്ട്സ്, ജിൻഫോടെക്കിൻ്റെ ആദ്യ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ടൈപ്പിംഗ് ജോലി എളുപ്പമാക്കാനുള്ള കുറുക്ക് വഴികൾ, അതാണ് ഈ വീഡിയോയുടെ വിഷയം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു മൊബൈൽ ഫോണിലാണെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കാനോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനോ കുട്ടികൾക്കും ടീച്ചർമാർക്കും നോട്ട് തയ്യാറാക്കാനോ എന്തിനും ടൈപ്പിംഗ് അല്പം ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. വാട്സപ്പിൽ പലരും വോയിസ് മെസ്സേജ് അയക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഓഫീസ് ആവശ്യങ്ങൾക്ക് ഇത് പറ്റില്ല. അപ്പോൾ ടൈപ്പിംഗ് എളുപ്പമാക്കാനുള്ള കുറുക്ക് വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലാദ്യത്തേത് ഗൂഗിൾ വോയിസ് ടൈപ്പിംഗ് ആണ്. ഗൂഗിൾ വോയിസ് ടൈപ്പിംഗ് വർക്ക് ചെയ്യുന്നതിന് ഇൻ്റർനെറ്റ് ആവശ്യമാണ്. വോയിസ് മെസ്സേജ് അയക്കുന്നതിന് പകരം ഗൂഗിൾ ജീബോർഡ് വോയിസ് ബട്ടൺ പ്രസ് ചെയ്ത് ടെക്സ്റ്റ് മെസ്സേജായി തന്നെ നമുക്ക് മെസ്സേജ് അയക്കാം. ഇതിനായി ഗൂഗിൾ ഡോക്സ് എന്ന ആപ്ലിക്കേഷനാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഏത് ആപ്ലിക്കേഷനിലും ഇത് ഉപയോഗിക്കാം, ഏത് ഭാഷയിലും സംസാരിക്കാം. ഇതിനായി കീബോർഡിൻ്റെ വലതുവശത്തുള്ള മൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. സ്പീക്ക് നൗ എന്ന് വരുമ്പോൾ സംസാരിച്ചു തുടങ്ങാം. ഹലോ, ഹൂ ആർ യു? I am present. Okay. Let me know. Can you speak in Malayalam? The pronunciation will issue in this. ഇതുപയോഗിച്ച് മലയാളം എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി കീബോർഡിലെ ലാംഗ്വേജ് മലയാളമാക്കി സെറ്റ് ചെയ്യുക. മലയാളം പറയുമോ? ഗൂഗിൾ ജീബോർഡ് മലയാളം പറയുമോ? പറയും. നമ്മളുടെ ഉച്ചാരണ ശുദ്ധി ശരിയാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി ഇത് തന്നെയാണ്. വോയിസ് മെസ്സേജ് അയക്കുന്ന അതേ രീതിയിൽ ഗൂഗിൾ വോയിസ് ടൈപ്പിംഗ് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ഇതൊരു കമ്പ്യൂട്ടറിലാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഗൂഗിൾ ഡോക്ക് എന്ന ആപ്ലിക്കേഷൻ വഴി ഇത് ഉപയോഗിക്കാം. ഗൂഗിൾ ഡോക്സിൽ ടൂൾസ് മെനുവിൽ നിന്നും വോയിസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കീബോർഡ് ലഭ്യമാകും. ഇതിലൊരു മൈക്കിൻ്റെ സിമ്പലും ഉണ്ടാകും. ഇതിൽ ലാംഗ്വേജ് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും വോയിസ് ടൈപ്പിംഗ് വഴി ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇനി പറയുന്ന വഴികളെല്ലാം പുസ്തക രൂപത്തിലോ അഥവാ എഴുതിയ ബുക്ക് രൂപത്തിലോ ഉള്ള ടെക്സ്റ്റിനെ എങ്ങനെ ഒരു ഡിജിറ്റൽ ടെക്സ്റ്റാക്കി മാറ്റാം എന്നുള്ളതാണ്. ഇതിലാദ്യത്തേത് ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. പല പുതിയ ആൻഡ്രോയിഡ് ഫോണുകളിലും ബിൽറ്റിനായി വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ലെൻസ്. ഇതിന് നിരവധി ഉപയോഗങ്ങളാണുള്ളത്. ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് പ്ലേ സ്റ്റോറിലേക്ക് പോവുക. അവിടെ ഗൂഗിൾ ലെൻസ് എന്ന് സെർച്ച് ചെയ്യുക. അതിൽ നിന്നും ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാളേഷന് ശേഷം ഗൂഗിൾ ലെൻസ് ഓപ്പൺ ചെയ്താൽ അതിന് മുന്നിൽ കാണുന്ന ഏത് ടെക്സ്റ്റും ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റും. ഇത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. അതായത് ഒരു ഇമേജിൽ നിന്ന് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ ഗൂഗിൾ ലെൻസ് വഴി സാധ്യമാകും. ഈ പുസ്തകത്തിൻ്റെ ആദ്യ പേജിലുള്ള ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. കോപ്പി ചെയ്യേണ്ട ടെക്സ്റ്റ് ഇമേജിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യുക. കോപ്പി ടെക്സ്റ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. കോപ്പി ചെയ്ത ടെക്സ്റ്റ് ഞാൻ ഗൂഗിൾ ഡോക്കിലേക്കാണ് പേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
ഇമേജിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അക്ഷരത്തെറ്റുകളൊന്നും കൂടാതെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് തന്നെ ഗൂഗിൾ ലെൻസ് നമുക്ക് നൽകുന്നുണ്ട്. ഇനി നമുക്ക് മലയാളം എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതായത് മലയാളം അക്ഷരങ്ങൾ ഗൂഗിൾ ലെൻസ് വഴി എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം. നേരത്തെ ചെയ്ത അതേ രീതിയിൽ കോപ്പി ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. മലയാളവും നല്ല രീതിയിൽ കോപ്പി ചെയ്യാൻ സാധിക്കും. അടുത്ത രീതി എന്ന് പറയുന്നത് ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് ഓൾറെഡി എടുത്ത ഒരു ഫോട്ടോ എങ്ങനെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റാമെന്നുള്ളതാണ്. സ്റ്റോർ ചെയ്ത ഇമേജിനെ പ്രോസസ്സ് ചെയ്യാൻ, അതായത് ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് ഗൂഗിൾ ഫോട്ടോസിനൊപ്പമാണ്. ഗൂഗിൾ ഫോട്ടോസിനൊപ്പം ഗൂഗിൾ ലെൻസിൻ്റെ ഒരു എംബ്ലം ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു സ്റ്റോർഡ് ഇമേജിനെ, അതായത് ഓൾറെഡി എടുത്ത ഒരു ഫോട്ടോയെ ഡിജിറ്റൽ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. പ്രിൻ്റ് ചെയ്ത അക്ഷരങ്ങൾ മാത്രമല്ല, കൈയക്ഷരങ്ങളും ഇതേ രീതിയിൽ മാറ്റാവുന്നതാണ്. അടുത്ത രീതി ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിച്ചാണ്. ഗൂഗിളിൻ്റെ തന്നെ ഒരു ക്ലൗഡ് ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഡ്രൈവ്. ഗൂഗിൾ ലെൻസ് മൊബൈൽ ഫോണിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. PC യൂസേഴ്സിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഗൂഗിൾ ഡ്രൈവ് മെത്തേഡ് ഞാനിവിടെ പറയുന്നത്. ആദ്യം കൺവേർട്ട് ചെയ്യേണ്ട ഇമേജ് ഏതാണോ അത് ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ വിത്ത് ഗൂഗിൾ ഡോക്ക് എന്ന ഓപ്ഷൻ വരും. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് വേണ്ടി ഓപ്പണായി വരുന്നതാവും. ഇതിൽ അപ്ലോഡ് ചെയ്ത ഇമേജും അതിനകത്തുള്ള ടെക്സ്റ്റ് കണ്ടൻറ്റ് കാണാം. ഇവിടെ ഞാൻ എൻ്റെ കൈയക്ഷരം കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അപ്ലോഡ് ചെയ്ത് കൊടുത്ത്. കൈയക്ഷരം അല്പം മോശമായതിനാൽ ശരിയായ രീതിയിൽ വന്നിട്ടില്ല. ഈ വീഡിയോ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ടൈപ്പിംഗ് ജോലി എളുപ്പമാക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കും കുറുക്ക് വഴികൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നേരം ക്ഷമയോടെ ഈ വീഡിയോ കണ്ടതിന് നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ജിൻഫോടെക്.